ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിമ്പിൾ സ്റ്റോറീസ്. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം? എല്ലാവരും സുഖമായിട്ട് നല്ല സന്തോഷമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ നമ്മളും ഇവിടെ സുഖമായിട്ട് സന്തോഷമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ വലിയൊരു സുഖമൊന്നും പോരട്ടെ, ജലദോഷത്തിൻ്റെയും പനിൻ്റെയൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, സൗണ്ടിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ സിമ്പിൾ സ്റ്റോറീസിൽ അപ്ലോഡ് ആക്കണമെന്ന് പറഞ്ഞാൽ തീർത്തും ഹോം മെയ്ഡ് ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ. അതിൽ ഞാൻ പരീക്ഷിച്ച് വിജയിച്ച ഫുഡ് റെസിപ്പീസാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പീസാണ് കേട്ടോ എല്ലാം. അപ്പോൾ ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ബട്ടൂരിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ. പുതിയ ഒക്കെ നമ്മുടെ ചാനലിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും കൂടി മറന്നു പോകരുത്. ഒരുപാട് കൂട്ടുകാർ നമ്മളെ വീഡിയോ കണ്ടിട്ട് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാതെ ഷോർട്ടിലായാലും വീഡിയോസിലായാലും ഒക്കെ ഒരുപാട് കൂട്ടുകാർ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു ലൈക്ക് എങ്കിലും ചെയ്യാൻ മറന്നു പോകല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ. ബട്ടൂര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ കപ്പ് വീതമാണ് മൈദയും ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് രണ്ട് പൊടിയും മിക്സാക്കി എടുക്കണം എന്നില്ല, ഓരോന്നായിട്ട് എടുക്കാം. മൈദ മാത്രം അല്ലെങ്കിൽ ഗോതമ്പ് പൊടി മാത്രം. ഞാനിപ്പോൾ ഇങ്ങനെ മിക്സാക്കി എടുത്തു എന്ന് മാത്രം, നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യട്ടോ. പിന്നെ ഒരു ടേബിൾ സ്പൂൺ റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ വറുക്കാത്തതോ വറുത്തതോ ആയാലൊന്നും അത് കുഴപ്പമില്ല. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഞാൻ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഞാനൊരു ഹോം ബേക്കറായ കാരണമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. അതിനുശേഷം പിന്നെ നോർമൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കട്ടോ. ഒരു 5 മിനിറ്റൊക്കെ മതിയാവും. അതിനുശേഷം പിന്നെ അടച്ച് വെച്ചിട്ട് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യണം. ഇനിയിപ്പോൾ 1 മണിക്കൂറുള്ളത് 2 മണിക്കൂർ ആയാലും കുഴപ്പമില്ല. ചുരുങ്ങിയതൊരു 1/2 മണിക്കൂറെങ്കിലും നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചോ. അപ്പോൾ ഞാനിതാ നന്നായിട്ട് കുഴച്ചെടുത്തത് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് കറി ഉണ്ടാക്കണമെങ്കിൽ കറി ഉണ്ടാക്കിയെടുക്കാം. അല്ലാത്ത എന്തെങ്കിലും ജോലികൾ ഉണ്ടെങ്കിൽ അത് ചെയ്തിട്ട് നമുക്ക് ഇത് ഉരുളയാക്കിയിട്ട് പരത്തിയെടുത്താൽ മതിയാവും കേട്ടോ. അങ്ങനെ എൻ്റെ കറി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് ഞാനിതാ ബട്ടൂര പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. നല്ല ചൂടായ എണ്ണയിൽ ബട്ടൂര ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയത്തിലാക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ കുഴച്ചെടുത്ത മാവിന്ന് ഓരോ ഉരുളയാക്കിയിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പരത്തിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇതാ ചെറിയ ബോൾസായിട്ടാണ് പരത്തിയെടുത്തിട്ടുള്ളത്. അങ്ങനെ ഓരോന്നായിട്ടും നമുക്ക് തിളച്ച എണ്ണയിലിട്ട് പൊരിച്ചു കോരാം. അപ്പോൾ നല്ല ബട്ടൂര കിട്ടാനും എണ്ണ പെട്ടെന്ന് കളർ ചേഞ്ച് ആവാതിരിക്കാനൊക്കെ ഞാൻ ചെയ്യുന്ന ട്രിക്ക് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. എപ്പോഴും നമ്മൾ പ്രസ്സിൽ അമർത്തിയിട്ട് എടുക്കുക ബട്ടൂര ഉണ്ടാക്കിയെടുക്കുമ്പോൾ. അതുപോലെ തന്നെ കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ബട്ടൂര റെഡിയാക്കിയാൽ മതി. ഇങ്ങനെ ചിലരൊക്കെ ചെയ്യാറുണ്ടായിരിക്കും, പക്ഷെ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഷെയർ ചെയ്തൊന്നു മാത്രം. അപ്പോൾ നമ്മളെ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടൂലേ, അതേ സെയിം ആവട്ടാ. സെയിം എന്ന് പറഞ്ഞാൽ റെസിപ്പിയിൽ അതിലൊക്കെ മാറ്റം ഉണ്ടാവും, പക്ഷെ നമ്മൾ ഇങ്ങനെ ഫ്രഷായിട്ട് കഴിക്കുമ്പോഴത്തെ അത് അങ്ങനെ നമ്മൾ ഹോട്ടലിൽ നിന്നല്ലേ മസാല ദോശയൊക്കെ കഴിക്കണ പോലെ. അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത്. ഇനി നിങ്ങൾ എന്തൊക്കെയാണ് ട്രിക്സ് ഉപയോഗിക്കാറുള്ളത്, നിങ്ങൾ അറിവുകൾ എന്തൊക്കെയാണ്, വല്ല ഇതൊക്കെ ഉണ്ടെങ്കിൽ അറിവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഷെയർ ചെയ്യാൻ പറ്റും. അത് മറക്കണ്ട. ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾ കേൾക്കുക എന്നുള്ളതല്ല, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിവുകൾ എല്ലാം നിങ്ങൾക്കും എനിക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോഴല്ലേ അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് തീർത്തും നമുക്ക് അനിവാര്യമാണ്. എങ്കിലേ നമുക്ക് വീഡിയോസ് ഇടാൻ ഒരു പ്രചോദനമാവുള്ളൂ. അപ്പോൾ സംസാരിച്ച് നിന്നതിനിടയിൽ കുക്കിങ്ങിൻ്റെ കാര്യം മറന്നു. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് തന്നെ തിരിച്ചു വരാം. ഞാനിതാ ഇവിടെ ചൂടായ എണ്ണയിലിട്ടിട്ട് ഓരോ ബട്ടൂരയും പൊരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഇങ്ങനത്തെ ഗുണ്ടുമണി പോലത്തെ ബട്ടൂര നമ്മൾ ഹോട്ടലിൽ തന്നെ കഴിക്കാറുള്ളൂ അല്ലേ. വീട്ടിൽ ഞാൻ മുന്നൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് അറിവിനനുസരിച്ച് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാൻ ഇനി മറക്കണ്ട. അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ അടുത്ത് നല്ലൊരു ഷാർ വീഡിയോ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.